കാലിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് മമ്മൂട്ടി ചോദിച്ചു. സന്ധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എല്ലാം ശരിയാകും. കൂടെ ഞങ്ങളൊക്കെയുണ്ട്. കൃത്രിമക്കാലിനുള്ള സംവിധാനം ഏർപ്പാടാക്കാം. അപ്പോൾ സന്ധ്യ കരഞ്ഞു. ഒരുപക്ഷെ വലിയൊരു ആശ്വാസ തീരത്തിലെത്തിയ പോലെ തോന്നിയതുകൊണ്ടാകാം. ഒക്ടോബർ 25-ന് അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ധ്യ ബിജുവിന്റെ ഇടതുകാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു. സന്ധ്യയുടെ സുഖവിവരം അറിയുന്നതിനാണ് മമ്മൂട്ടി ഫോണിൽ വിളിച്ചത്. രാജഗിരി ആശുപത്രിയുടെ വൈസ് പ്രസിഡന്റ് ജോൺ പോളിന്റെ ഫോണിലേക്കായിരുന്നു വീഡിയോ കോൾ. സന്ധ്യയുമായി സംസാരിച്ച മമ്മൂട്ടി കൃത്രിമക്കാൽ നൽകാമെന്ന് വാക്ക് നൽകിയതിനൊപ്പം അടിമാലിയിൽ വീട് നിർമ്മിച്ചു നൽകാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പ് നൽകി. എല്ലാം നടക്കും, പേടിക്കണ്ട, മമ്മൂട്ടി സന്ധ്യയോട് പറഞ്ഞു. സന്ധ്യയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം നേരത്തെ തന്നെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നു. സന്ധ്യയോടെ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ കൃത്രിമക്കാൽ വെക്കുന്നതിന് വേണ്ട സഹായം നൽകാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ മമ്മൂട്ടി നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിൽ വീണ്ടും പൂർണ്ണമായും തകർന്നതിനാൽ 38 ദിവസം നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം വാടക വീട്ടിലേക്കാണ് സന്ധ്യയുടെ മടക്കം. നീറുന്ന ഓർമ്മകൾ സമ്മാനിച്ച ആ രാത്രി സന്ധ്യയുടെ മനസ്സിൽ ഇനി മായില്ല. മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സന്ധ്യയുടെ ഭർത്താവ് ബിജുവിന് ജീവൻ നഷ്ടമായിരുന്നു. തകർന്ന വീട്ടിൽ മണിക്കൂറുകളോളമാണ് സന്ധ്യ കുടുങ്ങിയത്. രാജഗിരി ആശുപത്രി എത്തുമ്പോൾ ഇടതുകാലിനുള്ള രക്തയോട്ടം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. അസ്ഥികൾ പലയിടങ്ങളായി ഒടിഞ്ഞു, മസിലുകളും കോശങ്ങളും ചതഞ്ഞരിഞ്ഞ നിലയിലായിരുന്നു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലേക്ക് ഡോക്ടർമാർ കഴിഞ്ഞെങ്കിലും ചതഞ്ഞരിഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുവിച്ച വിഷാംശം വർദ്ധിച്ച് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സന്ധ്യയുടെ ഇടത്തേക്കാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നു.